ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ പുതിയൊരു ടോപ്പിക്കായിട്ടുള്ള എക്കണോമിക്സിൻ്റെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്നൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1991. പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവും അതുപോലെ തന്നെ ആ സമയത്ത് ധനകാര്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൻമോഹൻ സിംഗും ആയിരുന്നു. ഇനി പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുമതിയേക്കാൾ കൂടിയ ഇറക്കുമതി, പണപ്പെരുപ്പം, വിദേശ നാണയ കരുതൽ ശേഖരത്തിൽ കുറവുണ്ടായത്, പിന്നെ വിദേശ നിക്ഷേപം കുറഞ്ഞു, രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്ന അനൈക്യങ്ങൾ, അതുപോലെ തന്നെ 1990 ഗൾഫ് യുദ്ധം, പിന്നെ നമ്മൾ 2 നിയമങ്ങളുണ്ടായിരുന്നു, MRTP ആൻഡ് ഫെറ എന്ന് പറഞ്ഞിട്ട്. ആ 2 നിയമങ്ങളൊക്കെ കാരണമാണ് നമുക്ക് എന്തുണ്ടായത്, ഈ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കാനായിട്ടുണ്ടായ കാരണങ്ങളായത്. ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് സഹായിച്ച സ്ഥാപനങ്ങൾ, പ്രേരക ശക്തികളായ സ്ഥാപനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ IMF, അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതുപോലെ തന്നെ വേൾഡ് ബാങ്കുമാണ്. വേൾഡ് ബാങ്കിന് നമ്മൾ പറയുന്ന പേരാണ് IBRD, ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പം നമ്മളുടെ ഈ 2 IMFനെയും IBRDനെയും ഒരുമിച്ച് പറയാണ് ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നതാണ് IMFും IBRD എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാഷിങ്ടൺ DC ആണ്. ഇനി നമ്മളുടെ ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട് നമുക്ക് ലഭിച്ച കടമെടുത്തത് എത്രയാണെന്ന് വെച്ചാൽ അത് $700 കോടി നമ്മൾ കടമെടുത്തത് ഈ പ്രതിസന്ധി മറികടക്കാനായിട്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ IMFും IBRDയാണ് നമ്മളെ സഹായിച്ചതെന്ന് പറഞ്ഞു. അവർ കുറച്ച് ഉപാധികൾ അതിന് വേണ്ടി മുന്നോട്ട് വെച്ചിരുന്നു. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിക്കണം. പിന്നെ സ്വകാര്യ മേഖലയുടെ മേലുള്ള ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കണം. വ്യത്യസ്ത മേഖലകളിൽ ഗവൺമെൻറ്റിൻ്റെ പങ്ക് കുറയ്ക്കണം. അന്താരാഷ്ട്ര വ്യാപാരത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളയണം. ഇതൊക്കെയാണ് അവർ നമുക്ക് നമുക്ക് കുറച്ച് ലോൺ തന്നിരുന്നല്ലോ, അതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ച കുറച്ച് ഉപാധികളായിരുന്നു ഇതെല്ലാം. ഇനി നമ്മളുടെ ഈ നാഷണൽ എക്കോണമി പ്ലാൻ, അതായത് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം പ്ലാൻ അഥവാ പോളിസി, അതിന് നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. അതാണ് 1 സുസ്ഥിര നടപടി എന്ന് പറയും, 2 ഘടനാപരമായ നടപടി. ഈ സുസ്ഥിര നടപടിയുടെ മറ്റു പേരുകളാണ് സ്റ്റേബിലൈസേഷൻ അഥവാ ഹ്രസ്വകാല നടപടി. ഘടനാപരമായ നടപടിയുടെ പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ദീർഘകാല നടപടി. അപ്പോൾ നമുക്ക് ആദ്യം സുസ്ഥിര നടപടി നോക്കാം. അതിന് ഉദാഹരണമാണ് രൂപയുടെ മൂല്യം കുറച്ച് കയറ്റുമതി കൂട്ടണം, അതുപോലെ തന്നെ ഫിസ്ക്കൽ കമ്മി, അതായത് ചെലവ് കുറച്ച് പണപ്പെരുപ്പം കുറയ്ക്കണം. അതാണ് സുസ്ഥിര നടപടി. എന്താണ് സുസ്ഥിര നടപടി? രൂപയുടെ മൂല്യം കുറച്ച് എന്ത് ചെയ്യണം? കയറ്റുമതി കൂട്ടണം. കയറ്റുമതി കൂട്ടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറേ കാശ് കിട്ടുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിസ്ക്കൽ കമ്മി, ചെലവ് കുറയ്ക്കണം. ചെലവ് കുറച്ച് എന്തുണ്ടാവണം? പണപ്പെരുപ്പം കുറയ്ക്കണം. ഇനി ഘടനാപരമായ നടപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, വ്യവസായ നയം, അതുപോലെ തന്നെ വ്യാപാര നയം, അതൊക്കെയാണ് ഘടനാപരമായ നടപടികൾ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ സുസ്ഥിര നടപടി പ്രകാരം രൂപയുടെ മൂല്യം കുറച്ച വർഷം ചോദിക്കുകയാണ്, അത് 1991. ആ 1991 തന്നെയാണ് നമ്മളെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നിലവിൽ വന്നതും. നമ്മൾ പറഞ്ഞു ഉദാരവൽക്കരണമുണ്ട്, സ്വകാര്യവൽക്കരണമുണ്ട്, അതുപോലെ തന്നെ ആഗോളവൽക്കരണമുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെയാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ എന്ന് പറയും. ഇതാണ് ഉദാരവൽക്കരണം അഥവാ ലിബറലൈസേഷൻ. രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തുന്ന സമ്പ്രദായമാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം കാശുകൾ വേണം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾ പതുക്കെ കുറച്ചിട്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനെ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഈ ഉദാരവൽക്കരണം. ഇനി ഇന്ത്യയിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കിയ വിവിധ മേഖലകൾ ഏതെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനകാര്യ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളായിരുന്നു വ്യക്തിഗത ആദായ നികുതി, കമ്പനി നികുതി, കോർപ്പറേറ്റ് നികുതി, എക്സൈസ് നികുതി, കസ്റ്റംസ്, അതൊക്കെ എന്ത് ചെയ്തു? കുറച്ചു. ധനകാര്യ മേഖലയിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതാണ്. വ്യക്തിഗത നികുതി, എക്സൈസ്, കസ്റ്റംസ് തുടങ്ങിയ നികുതികൾ എന്ത് ചെയ്തു? കുറച്ചു. പിന്നെ സ്വകാര്യ മേഖലയിൽ ധാരാളം ബാങ്കുകളും വിദേശ ബാങ്കുകളും മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ, അതായത് ബാങ്കുകൾ സ്വകാര്യ മേഖലയിൽ നിന്ന് കുറച്ചും കൂടി ബാങ്കുകൾ ഉണ്ടാക്കി, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്നിവ തുടങ്ങി. ഇനി ആ സമയത്ത് നിലവിൽ വന്ന 2 പ്രധാന സ്വകാര്യ ബാങ്കുകളായിരുന്നു ICICIയും അതുപോലെ തന്നെ HDFC. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ICICI ആണ്. ഇനി അത് നിലവിൽ വന്നത് 1994. അതിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്.
ഇനി നമ്മളുടെ HDFCയുടെ ആസ്ഥാനം മുംബൈ തന്നെയാണ്. അതും നിലവിൽ വന്നത് 1994. ഇനി രണ്ടാമത്തെ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ധനകാര്യ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് വ്യവസായ മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തക നിയന്ത്രണ നിയമം റദ്ദാക്കൽ അല്ലെങ്കിൽ ഭേദഗതി വരുത്തി. അതുപോലെ തന്നെ ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി. കാരണം ലൈസൻസ് കിട്ടാൻ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അതുവഴി കുറേ പേര് പിന്തിരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈസൻസിങ് സമ്പ്രദായം നിർത്തലാക്കി. പിന്നെ വ്യവസായ മേഖലയിൽ ലൈസൻസിങ് നിലനിർത്തി. കുറച്ച് ഉൽപ്പന്നങ്ങൾക്ക് അവരെന്ത് ചെയ്തു, ലൈസൻസ് നിലനിർത്തി. അത് എന്തിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം, സിഗരറ്റ്, പിന്നെന്താ ആപത്കരമായ രാസവസ്തുക്കൾ, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള സ്ഫോടക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, വിമാന നിർമ്മാണ വ്യവസായം, നിർമ്മാണ വ്യവസായം, ഇതിനൊക്കെ എന്ത് വേണം, ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ള കുറേ സമ്പ്രദായത്തിൻ്റെ ലൈസൻസ് അവർ വേണ്ടാന്ന് വെച്ചു, നിർത്തലാക്കി. ഇനി പൊതുമേഖലയ്ക്ക് സംവരണം ചെയ്തിരിക്കുന്ന വ്യവസായങ്ങളുടെ സംവരണം എടുത്തു കളയാൻ പറഞ്ഞു. ഇനി പൊതുമേഖലയ്ക്കായി ഉദാരവൽക്കരണ നടപടിയിലൂടെ സംവരണം ചെയ്യപ്പെട്ട വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യരക്ഷാ ഉപകരണങ്ങളുടെ നിർമ്മാണം, പിന്നെന്താണ് ആണവോർജന ഉൽപ്പാദനം, റെയിൽ ഗതാഗതം, പിന്നെന്താണ് നമ്മൾ നല്ല ലാഭമായിട്ട് പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ എന്ത് നൽകി, സ്വയം ഭരണം നൽകി. എന്നിട്ടൊരു നവരത്ന പട്ടിക ഉണ്ടാക്കി. ഈ നവരത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭമായിട്ട് പോകുന്ന കമ്പനികളാണ്, പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അവർക്ക് എന്തെടുത്തു, സ്വയം ഭരണം നൽകിയിട്ടാണ് അങ്ങനെ നമ്മൾ ആക്കിയത്. അങ്ങനെ നവരത്ന കമ്പനികളുടെ കീഴിൽ വന്നിരുന്നതാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പെട്രോ കെമിക്കൽ കോർപ്പറേഷൻ, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, വിദേശ് സഞ്ചാർ നിഗം. ഇത് കൂടാണ്ട് രണ്ടെണ്ണം കൂടി, ഇതൊക്കെ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്, ഈ 9 ആദ്യം ഉണ്ടായിരുന്നത്. ഇത് ഇതിന് ശേഷം 2 കൂട്ടിച്ചേർന്നതായിരുന്നു ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മഹാനഗർ ടെലികോം നിഗമം. അത് പിന്നീട് വന്നതാണ് 2. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഉദാരവൽക്കരണം പറഞ്ഞത്. ഉദാരവൽക്കരണം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റിലെ സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്താൻ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് ധനകാര്യ മേഖലയിൽ അവർ എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ട്, സ്വകാര്യ ബാങ്കുകളൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ വന്ന് 2 മെയിൻ സ്വകാര്യ ബാങ്കുകളായിരുന്നു ICICIയും HDFCയും. 1994 രണ്ടും തുടങ്ങിയത്. 2ൻ്റെ ആസ്ഥാനം മുംബൈ ആണെന്ന് പറഞ്ഞു. പിന്നെ വ്യവസായ മേഖലയിൽ എന്തൊക്കെ ഉണ്ടാക്കിയ ഒരു പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതായിരുന്നു, ലൈസൻസിങ് വേണ്ടാന്ന് വെച്ചു. പക്ഷേ ചില ഇതിന് ലൈസൻസിങ് നിർബന്ധം ഉണ്ടായിരുന്നു. അതാണ് മദ്യം, സിഗരറ്റ്, കെമിക്കൽസ്, സ്ഫോടക വസ്തു, ഇലക്ട്രോണിക്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾക്ക് എന്ത് വേണം, ലൈസൻസ് വേണമെന്ന് പറഞ്ഞു അവർ. പിന്നെ നമ്മൾ പറഞ്ഞു നവരത്നയിൽ പെടുത്തി എന്ന് പറഞ്ഞു കമ്പനികൾ, അതായത് പൊതുമേഖലയിൽ ലാഭത്തിലുള്ളതിന് എന്ത് സ്വയം ഭരണം നൽകി. അങ്ങനെ 11 കമ്പനി, ആദ്യം 9 കമ്പനികളാണ് നവരത്നയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 2 കൂടിച്ചേർന്നു. അവസാനമായി കൂടിച്ചേർന്ന 2 ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയും മഹാനഗർ ടെലിഫോൺ നിഗമവും കേട്ടോ. ഇനി അടുത്തത് എന്താണ്, വിദേശ മേഖലയിലല്ല. അപ്പോൾ അടുത്തത് നമ്മൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടത് പറഞ്ഞല്ലോ. ഇനി ഇതിൽ 2 സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ട 2 നമ്മളുടെ VSNL മീൻസ് എന്താണ്, വിദേശ സഞ്ചാർ നിഗമവും ലിമിറ്റഡും, അതുപോലെ തന്നെ IPCL അതായത് ഇന്ത്യൻ പെട്രോ കെമിക്കൽ കോർപ്പറേഷനും. ഇത് 2 പിൽക്കാലത്ത് എന്ത് ചെയ്തു, ഇത് 2 സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. ഇനി വിദേശ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയ നിയന്ത്രണ നിയമം ഭേദഗതി വരുത്തി. അതാണ് ഫെറ, നമ്മൾ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച്, അത് എന്ത് ചെയ്തു, മാറ്റം വരുത്തി. പിന്നെന്താ റെഗുലേഷൻ ആക്റ്റിൽ. പിന്നെ എന്നിട്ട് ഫെറ മാറിയിട്ട് അത് അങ്ങനെ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫെറ എന്നുള്ളത് മാറിയിട്ട് ഫെമ ആയി. അതായത് ഈ റെഗുലേഷൻ മാറ്റിയിട്ട് അതെന്താക്കി, മാനേജ്മെൻ്റ് ആക്കി, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ആക്കി. പിന്നെയോ 1991 നമ്മളുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം വന്നതെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഇന്ത്യയുടെ വിനിമയ നിരക്ക് നിർണ്ണയിപ്പെട്ടിരുന്ന രീതിയാണ് സുസ്ഥിര വിനിമയ നിരക്ക് അഥവാ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നറിയപ്പെടുന്നു. അത് നമ്മൾ വിനിമയ നിരക്ക് ആരാണ് നിശ്ചയിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് RBI ആണ് കേട്ടോ, RBI. പിന്നെ 1991 നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം വന്നു. അതിനുശേഷം ഇന്ത്യയുടെ വിനിമയ നിരക്ക് നിർണ്ണയിക്കപ്പെട്ടിരുന്ന രീതി ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആയിരുന്നു. 91 മുൻപ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റും 91 ശേഷം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റും ആയിട്ട്. ഇനി നമുക്ക് പറഞ്ഞു ഡിമാൻഡും സപ്ലൈ എന്ന് പറഞ്ഞില്ലേ, എന്താ പറയുക, ഇന്ത്യയുടെ വിനിമയ നിരക്ക് RBI ആണ് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വിദേശ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈ കണക്കിലെടുത്താണ് നമ്മൾ ഈ വിനിമയ നിരക്ക്, അതറിയാലോ, വിനിമയ നിരക്ക് നമ്മൾ
കണക്കാക്കുന്നത്. അതിൽ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ചോദനവും സപ്ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രധാനം. മലയാളം വേർഡ്സ് ആണ് കേട്ടോ. ഡിമാൻഡ്, ചോദനം, സപ്ലൈ, പ്രധാനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വ്യാവസായിക മേഖലയിൽ പഠിച്ചു, പിന്നെന്താണ് വിദേശ മേഖലയിൽ പഠിച്ചു, ഉദാരവൽക്കരണത്തിൻ്റെ നടപ്പിലാക്കിയ വിവിധ മേഖലകൾ, ധനകാര്യ മേഖല പഠിച്ചു. നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് വ്യാപാര മേഖലയിൽ വരുത്തിയ പരിഷ്കാരം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുമതിക്കൊക്കെ ചുങ്കം ഉണ്ടായിരുന്നു, അതെന്ത് ചെയ്തു, അത് കുറച്ചു. പിന്നെന്താണ്, അതായത് ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ നിർത്തലാക്കി. ഇത്ര കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ, ഇത്ര ഇറക്കുമതി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അളവുകൾ നിർത്തലാക്കി. പിന്നെ കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ട് നിർത്തലാക്കി. എന്നാലല്ലേ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഏണിങ്സ്, നമുക്ക് കയറ്റുമതി ചെയ്യണോടെയാണല്ലോ ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, കയറ്റുമതി ചുങ്കം പൂർണ്ണമായിട്ടും നിർത്തലാക്കി. അടുത്താണ് സ്വകാര്യവൽക്കരണം. അപ്പോൾ നമ്മൾ ഉദാരവൽക്കരണമാണ് ഇത്ര നേരം പറഞ്ഞിരുന്നത്. ഉദാരവൽക്കരണത്തിൽ എന്താ പറഞ്ഞാൽ, സാമ്പത്തികമായിട്ടൊക്കെ എന്താ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഇത്തിരി കുറയ്ക്കുക, അതായിരുന്നു ഉദാരവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ സ്വകാര്യവൽക്കരണം. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അവകാശം എന്ത് ചെയ്യും, സ്വകാര്യ മേഖലയ്ക്ക് കൊടുത്തു. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് പൊതുമേഖല എന്ന് പറയുന്നത്, അതിന് എന്തിനു ചെയ്തു, സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് എക്സാമ്പിളാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ കുറയ്ക്കുക, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് നേടുക, അതാണ് ഉദ്ദേശിച്ചത്. നമ്മളുടെ ഈ നാഷണൽ എക്കോണമിക് പോളിസി, ന്യൂ എക്കോണമിക് പോളിസി പ്രകാരം ഇന്ത്യയിൽ നടപ്പിലാക്കിയ 2 നയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണമാണ്. ഏതൊക്കെയാണ്, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം. നമ്മളുടെ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ ഏതാണെന്നറിയോ, നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥയാണ്. ഇനി ഇന്ത്യ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയത് എപ്പോൾ തന്നെയാണ്, നമ്മളുടെ ഈ ന്യൂ എക്കോണമിക് പോളിസി വരുന്ന സമയത്ത് തന്നെയാണ്, 1991 തന്നെ. ഇനി ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണത്തിന് ഫലമായിട്ടുണ്ടായതാണ് ഏത്, ആഗോളവൽക്കരണം. ഇതാണ് ആഗോളവൽക്കരണം. ഇതിനി ആഗോളവൽക്കരണം എന്താണെന്ന് നോക്കാം. ആഗോളവൽക്കരണം വഴി എന്താ ഉണ്ടാവണം, പിന്നെ രാജ്യങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവാൻ കാരണമായി. പിന്നെ രാജ്യങ്ങളുടെ സാധനം, സേവനം, വിജ്ഞാനം, മൂലധനം അതൊക്കെ എന്താ ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലോ ഉണ്ടായി, അതായത് നല്ലൊരു ടൈപ്പ് ഉണ്ടായി രാജ്യങ്ങൾ തമ്മിൽ. പിന്നെ സാങ്കേതിക വിദ്യ ആഗോളവൽക്കരണത്തിന് പ്രധാന കാരണം തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ആഗോളവൽക്കരണത്തിൻ്റെ പരിണിത ഫലമാണ് ഔട്ട്സോഴ്സിങ് അഥവാ പുറം കരാർ നൽകൽ എന്ന് പറയും. അതായത് ആനിമേഷൻ, ഗ്രാഫിക്സ്, ഈ പുറം കരാർ, അതായത് ഔട്ട്സോഴ്സിങ്ങിന് എക്സാമ്പിളാണ് ആനിമേഷനും ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ഇന്ത്യ ഈ ഔട്ട്സോഴ്സിങ്ങിൽ നമ്പർ 1 ആണ് കേട്ടോ. പിന്നെ ഗാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു 1948. ആക്ട് അല്ല, ഒരു സ്ഥാപനമായിരുന്നു. അതിന് പകരം എന്തായിരുന്നു, WTO, നമുക്ക് എന്നറിയാവുന്നതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജനുവരി 1 നിലവിൽ വന്നു. ഇനി ആ WTO കൊണ്ടുവന്ന 2 പ്രോഗ്രാംസ് ആയിരുന്നു ട്രിപ്പ് ആൻഡ് ട്രിം. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ട്രേഡ് റിലേറ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും, ട്രിം എന്ന് പറഞ്ഞാൽ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സും ആയിരുന്നു. അത് രണ്ടും കൊണ്ടുവന്നു. ഇനി ഇന്ത്യ നമ്മളെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് 1995 തന്നെയാണ്. 1995 എന്ത് വന്നത്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നത്. ആ കൊല്ലം തന്നെയാണ് നമ്മൾ ഇന്ത്യ അതിൽ അംഗമായതും. ഇനി ഉദാരവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മൊത്തം അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് വർദ്ധിച്ചു. പിന്നെ നമുക്ക് വിദേശ നിക്ഷേപങ്ങൾ, കാരണം നമ്മൾ ഇപ്പം ഒരുവിധം എല്ലാ രാജ്യങ്ങളും ടൈപ്പായി, അതുകൊണ്ട് തന്നെ എന്താണ്, വിദേശ നിക്ഷേപങ്ങൾ നമ്മൾ വർദ്ധിച്ചു. പിന്നെ വ്യവസായ മേഖലയിലെ സമ്മിശ്ര ഫലം ഉളവാക്കി. പിന്നെന്താ, കൃഷി, തൊഴിൽ എന്നിവയിൽ വേണ്ടത്ര പുരോഗതി നമുക്ക് കുറവായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കൃഷിയും തൊഴിലും നമുക്ക് അത്ര എന്തുണ്ടായില്ല, അങ്ങനെ മുന്നിട്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞു വിദേശ ഇതിലാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇനി ഇന്ത്യയിൽ ഉദാരവൽക്കരണം തുടങ്ങിയ വർഷം അത് 1980 തുടങ്ങിയത് കേട്ടോ. 1980 തുടങ്ങിയത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ എന്താ പറയുക, ന്യൂ എക്കോണമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ വരുമാനം കണക്കാക്കാനുള്ളത് നോക്കാനുണ്ട്. പിന്നെ കുറേ ബാങ്കുകളുടെ ദേശസാൽക്കരണം, ബാങ്കുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ നോക്കാനുണ്ട്. അപ്പോൾ നമുക്കത് വരും ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.